നമ്മുടെ വിങ്ക ഓർഡേഴ്സിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ പാക്കിംഗ് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് കറക്റ്റ് സമയത്തുള്ള പാക്കിംഗ് പോസിബിൾ ആവാറില്ല ചിലപ്പോഴൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും കാര്യങ്ങളും കൂടെയൊക്കെ ആയപ്പോൾ പാക്കിങ്ങും കൊണ്ടുകൊടുക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഓർഡേഴ്സ് തന്നവർക്കെല്ലാം നമ്മൾ ഓർഡർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സേഫായിട്ട് എല്ലാവർക്കും കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയും റിവ്യൂ ഒക്കെ തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ പ്ലാൻസ് കിട്ടിയവർ എല്ലാവരും ഒട്ടുമിക്ക പേരും വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കണം പ്ലാൻസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല കമൻസ് തരാറുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് കിട്ടുന്നത് ഭയങ്കര കുറവാണ്. അതെന്താണെന്ന് അറിയില്ല. ഒട്ടുമിക്ക പേരും അങ്ങനെയാണ്. നമ്മളിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ തരില്ല. പിന്നെ ഒന്നുമില്ല അടുത്ത ഓർഡർ സമയത്തായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കിട്ടി ഫ്രഷായി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഓർഡേഴ്സുകാരെല്ലാവരും എനിക്ക് കമൻറ്റും റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു ജമന്തിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സാപ്ലിംഗ് ഒക്കെ ആയി നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ ജമന്തിയാണ്. ഇതിൻ്റെ യെല്ലോയും വൈറ്റും എൻ്റെ കുഞ്ഞിലെ ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളിതിൻ്റെ തലയിലൊക്കെ വെച്ചിട്ട് പോകാറുണ്ടായിരുന്നു റോസാപ്പൂവിന് പകരം. ഇപ്പോൾ അങ്ങനെ ആരും ഇത് തലയിൽ ചൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഊന്ന് കൊടുത്ത് കെട്ടി നിർത്തേണ്ടത് അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പം എന്തായാലും ഒരു ഊന്ന് കൊടുത്ത് പിടിച്ച് കെട്ടാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ പ്ലാന്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ തന്നെ. ഒത്തിരി പ്ലാന്റ്സ് അതുപോലെ യെല്ലോയും വൈറ്റും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം വന്നു കേട്ടോ. പക്ഷേ അതിനുള്ള സ്ഥലപരിമിതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും നമ്മുടെ ഇന്ന് പ്ലാന്റ് മിസ്സാവാണ്ട് നമ്മളിതിനെ സാപ്ലിംഗ് ഒക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ എത്രയൊക്കെ നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് കിട്ടിയാലും ഈ ഒരു പ്ലാന്റിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെ തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിലേ ഉള്ള ടൈമിലൊക്കെ ഈ ഒരു പൂക്കൾ ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ വല്ലാണ്ടൊരു സുഖമായിരുന്നു കേട്ടോ. ഏതൊരു പൂക്കൾ കിട്ടിയാലും എനിക്കിപ്പോഴും ഇതുപോലെ സ്മെല്ല് നോക്കുന്നത് പതിവാണ്. അതിന് നമ്മുടെ 10 മണിയാണെങ്കിൽ കൂടിയും കേട്ടോ. എനിക്ക് ഇങ്ങനെ മണം നോക്കണമെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ടും ഏത് പ്ലാന്റ് ആയാലും അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. നമ്മുടെ പനിനീറും ഒക്കെ വിരിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ. നമ്മുടെ വിങ്കയ്ക്ക് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു വല്ലാണ്ടൊരിതാണ്. എന്നാലും അതിൻ്റെ ഭംഗി കൊണ്ടാണ് നമ്മൾ വിങ്ക വളർത്തുന്നത്. വിങ്ക ചെടിയെ പോലെ തന്നെയാണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സും. പ്രത്യേകിച്ച് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളെല്ലാവരും ഹൈബ്രിഡ് ആയാലും നാടനായാലും ഒക്കെ ഇങ്ങനെ വാരി കൂട്ടുകയാണ്. നേരത്തെ കെട്ടിയ കയറിൽ നിൽക്കാത്തത് കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കെട്ടി വെക്കുകയാണ്. നമ്മളെ പഴയ വീട്ടിലൊക്കെ ഇതിൻ്റെ യെല്ലോയും വൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. അന്നിങ്ങനെ സൈഡിലൊക്കെ നട്ട് വെച്ചിരുന്നപ്പോൾ അന്ന് ഇതുപോലെ ഗേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ഏത് പ്ലാന്റിനെ കിട്ടിയാലും എനിക്ക് മണം നോക്കണമെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ആ ഒരു പൂവിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കി എനിക്ക് എൻ്റെ പൊടി കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെയാണ് ഈ പ്ലാന്റ്സിനെ കാണുമ്പോൾ.